ഇന്ന് വിവാഹിതരാകുന്നത് മയ്യേരിക്കര സ്വദേശി മച്ചിഞ്ചേരി തോപ്പിൽ അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെയും KT സ്വാതി ടീച്ചറുടെയും മകൻ ആദിലാണ് വരൻ. ആദിൽ ചേർന്ന നമ്മുടെ AEO അബ്ദുൽ ഷുക്കൂർ മാഷയുടെയും മച്ചിഞ്ചേരി തോപ്പിൽ അബ്ദുൽ ഹാജിയുടെയും പേരമകനാണ്. അതേപോലെ തന്നെ വധു നിസ്മ MD ചമ്മാട് അബ്ദുൽ ഹക്കീം സാഹിബിന്റെയും ഫാത്തിമ സഹീറയുടെയും മകളാണ്. നിസ്മയുടെ വല്യപ്പാട് ചമ്മാട് മുഹമ്മദ് മുൻഷിയാണ്. അതേപോലെ തന്നെ തിരൂരിലെ പള്ളിമാരിൽ മുൽത്താൻ അബുഹാജി അവരുടെ പേരോട് കൂടിയാണ് നിസ്മ. അവര് രണ്ടും പരസ്പരം അറിയുന്ന കുടുംബമാണ്, ആദർശബന്ധമുള്ള കുടുംബങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഇരു കുടുംബങ്ങൾക്കും വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കർമ്മത്തിന് നേതൃത്വം വഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ KP അബ്ദുറഹ്മാൻ സില്ലമിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ പവിത്രമായ പരിപാവനമായ ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷികളാവുകയാണ്. അള്ളാഹുവിൻ്റെ ശരീഅത്തനുസരിച്ച് നടത്തപ്പെടുന്ന മതകീയമായ മതപരമായ ഒരു പുണ്യകർമ്മത്തിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. നേരത്തെ പരിചയപ്പെടുത്തിയ രണ്ട് വ്യക്തികളെ, ആദിലിനെയും നിസ്മയെയും, അള്ളാഹുവിൻ്റെ വ്യവസ്ഥാപിതമായ ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇണകളാക്കി മാറ്റുകയാണ്. അധികം സംസാരം ഇതിലാവശ്യമില്ല. രണ്ട് കുടുംബവും ഒട്ടേറെ നിക്കാഹ് ഖുതുബകൾ കേട്ടവരാണ്. വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. വിവാഹം വേണോ വേണ്ടേ എന്ന് ശങ്കിക്കുന്നിടത്താണ് നമ്മുടെ പുതിയ തലമുറ. വേണമെങ്കിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനായതിനു ശേഷം, അത് അവരുടെ ഭാഷയാണ് കേട്ടോ, ഇപ്പൊ അവരാരുടെയോ കാലിലാണ് നിൽക്കണേ. ഇപ്പൊ സ്വന്തം കാലിൽ നിൽക്കാനായതിനു ശേഷം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നല്ല വരുമാനമൊക്കെ ഉണ്ടായിട്ട് ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്നിടത്താണുള്ളത് എന്നാണ്. ഇതൊക്കെ വിഡിത്താണ്. ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതുപോലെ വിവാഹത്തില് പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് അവസരം വേണ്ട. 50 കൊല്ലോ 40 കൊല്ലോ ഒക്കെ ജീവിതത്തിന്റെ അനുഭവ സമ്പത്തുള്ള മാതാപിതാക്കൾക്ക് ഈ മകൻ അല്ലെങ്കിൽ മകൾ ഒന്നിനു മാത്രമാകുന്നത് വരെ
ജീവിതത്തിന്റെ, ദാമ്പത്യത്തിന്റെ, കുടുംബജീവിതത്തിന്റെ അനുഭവ സമ്പത്ത് എമ്പാടുള്ള ആളുകൾ നിങ്ങളൊന്നും ഇടപെടണ്ട. നിങ്ങളുടെയൊക്കെ ചിന്തയും ബോധവും ഒക്കെ അത് തന്തവൈബാൻ. ഞങ്ങളുടെ വിവാഹം ആരുമായി എന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം എന്ന് നേരത്തെ പറഞ്ഞതിലേറെ വലിയ വിഡ്ഢിത്തവാദമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പെറ്റ് പോറ്റിയ ഉമ്മയെ, വിവാഹത്തിൽ ഉമ്മയുടെ താല്പര്യങ്ങളെ വകവെക്കാതെ ഉമ്മയുടെ കണ്ണീരിന് ശേഷം ഒരു നിക്കാഹ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബത്തിന്റെ ബർക്കത്ത്, ആ പുതിയ വിവാഹത്തിൽ എത്ര ബർക്കത്ത് പ്രതീക്ഷിക്കാനുണ്ട് എന്നുള്ള ആലോചന നടത്തിക്കൊള്ളും. നാട്ടിലും ഒരുപക്ഷെ വിദേശത്തും ഒക്കെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി വർഷങ്ങളോളം അധ്വാനിച്ച ഒരു ഉപ്പാന്റെ മോളെ കെട്ടിക്കുന്നതിൽ ഉപ്പയിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ഉപ്പാന്റെ അനിഷ്ടത്തോടുകൂടി ഒരു കല്യാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ മാതിരി അള്ളാന്റെ ബർക്കത്ത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് പുതിയ കുട്ടികളോടാണ് സൂചിപ്പിക്കുന്നത്. ആലോചിക്കണമെന്ന് ഈ വിവാഹത്തില് രണ്ട് കുടുംബത്തിന്റെയും രണ്ട് മഹലിന്റെയും ഇവിടെ കൂടിയ എല്ലാ ആളുകളുടെയും അംഗീകാരവും ആശീർവാദവും പ്രാർത്ഥനയും ഉണ്ട് എന്നത് ഇതിനൊരു മുതൽക്കൂട്ടാണ്. പ്രാർത്ഥനയിലൊക്കെ വിശ്വസിക്കുന്നവർക്ക്, ദീനുള്ളവർക്ക് ഇതൊരു വലിയ ഒരു അടയാളമാണ്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. സഹോദരന്മാരെ, വളരെ ചുരുങ്ങി ഈ രണ്ടുപേരോടുമാണ് എനിക്ക് ആദ്യം ചില വാക്കുകൾ പറയാനുള്ളത്, വരനോടും വധുവിനോടും. മോനെ ആദിലെ, വാത്സല്യപൂർവ്വം തന്നെയാണ് അങ്ങനെ വിളിക്കുന്നത്. ആദിലെ, ഇതൊരു തമാശയല്ല, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇതൊരു അമാനത്താണ് മോനെ. ഈ അമാനത്ത് ഏറ്റുവാങ്ങുന്നത് നിസ്മ എന്ന പെൺകുട്ടിയെ പൊറ്റി വളർത്തിയ അവളുടെ രക്ഷിതാവിൽ നിന്നാണ്. ആദിലും നിസ്മയും തീരുമാനിക്കുന്ന കരാറല്ല വിവാഹത്തിന്റെ കരാർ. ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ, ഈ കരാർ നടത്തുന്നത് വധുവും വരനും തമ്മിലല്ല, മറിച്ച് വരനും പെൺകുട്ടിയുടെ വലിയും തമ്മിലാണ്. പെൺകുട്ടിയുടെ പിതാവ് ഹക്കീം സാഹിബിൽ നിന്ന് ഈ പെൺകുട്ടിയെ ഏറ്റുവാങ്ങാൻ നമ്മയൊക്കെ സാക്ഷി നിർത്തി, നമ്മുടെയൊക്കെ പ്രാർത്ഥനയോടെ, നമ്മുടെയൊക്കെ അംഗീകാരത്തോടെ, അള്ളാഹുവിന്റെ ഏറെ തൃപ്തി ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ, മുന്നോട്ടുള്ള ജീവിതത്തിൽ മരണത്തിനല്ലാതെ ഇവരെ വേർപ്പെടുത്താനൊക്കാത്ത ഒന്നായ ഒരുമയോടെയുള്ള, ജഡം ശരീരം രണ്ടാണെങ്കിലും മനസ്സൊന്നായി ലയിച്ചു ചേരേണ്ട ഒരു പവിത്രമായ ഒരു ബന്ധത്തിലേക്ക് ആണ് ഈ കരാർ നടക്കുന്നത്. വളരെ ലളിതമായി പിതാവ് ഹക്കീം പറയും, എന്റെ മകൾ നിസ്മ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹർ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നോ എന്ന്. ഹക്കീം പറയും, നിങ്ങളുടെ മകൾ നിസ്മയെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു. ലളിതമായ പദം, ലഫ്ള് ചെറുതാണെങ്കിലും മീസാക്കൻ വലിയ ബലിഷ്ഠമായ കരാർ, ബലിഷ്ഠമായ ഒരു കരാർ അള്ളാനെ സാക്ഷി നിർത്തിയാണ്. മോനെ ആദിലെ, നിങ്ങളുടെ ഇണയായി വരിക നിസ്മ. നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് പിതാവിൽ നിന്നാണെങ്കിലും നിസ്മക്ക് സ്ത്രീത്വം നൽകിയത് ഹക്കീമും അവരുടെ ഭാര്യ സൈറയും അല്ല, മാതാപിതാക്കളല്ല. നിസ്മക്ക് സ്ത്രീത്വം നൽകിയത് അവരുടെ മാതാപിതാക്കളല്ല. ഹക്കീമെ, നിങ്ങൾക്ക് അതിലെ നിങ്ങൾക്ക് പുരുഷത്വം നൽകിയത് നിങ്ങളുടെ മാതാപിതാക്കളല്ല, മറിച്ച് ആദിലിന് പുരുഷത്വവും നിസ്മക്ക് സ്ത്രീത്വം നൽകിയത് മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ പേരിലാണ്, അള്ളാനെ സാക്ഷി നിർത്തിയാണ്
ഈ ചടങ്ങ് നിർവഹിക്കുന്നത്, ഈ കരാർ നടക്കുന്നത് എന്ന് പറയുമ്പോ അതിന്റെ മഹത്വം ഏറെയാണ്. അത് സൂചിച്ച പോലെ അള്ളാഹിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് ഏറെ പവിത്രമാണ്, പരിപാവനമാണ്. ഇതിന് അള്ളാന്റെ പിന്തുണ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മൾ അതാണ് നമ്മൾ ഈ നിറഞ്ഞ സദസ്സ് പ്രാർത്ഥിക്കണേ. ബർക്കത്ത് കൊടുക്കു റബ്ബേ, ബർക്കത്ത് കൊടുക്കുന്ന ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമാഅ ബൈനക്കുമാ ഫീ ഖൈർ. ഈ നൂറുകണക്കിന് ആളുകൾ അള്ളാഹിനോട് ബർക്കത്തിനെ ചോദിക്കുന്നത് അള്ളാഹ് കബൂലാക്കും, തീർച്ച കബൂലാക്കട്ടെ. അപ്പോ ആദിലിനോട് അതാണ് പറഞ്ഞത്. അതിലെ മോനെ പേര് സൂചിപ്പിക്കുന്നത് പോലെ താങ്കളുടെ പേര് നീതിമാനാണ്, ആദിലാണ്. ഈ പെൺകുട്ടിയോട് പൂർണ്ണമായും നീതി കാണിക്കണം എന്നാണ് ഒന്നാമതായും ശക്തമായും എനിക്ക് വസിയ്യത്തായി പറയാനുള്ളത്. ആ നീതി അവൾക്ക് ഭക്ഷണം, പാർപ്പിട സൗകര്യം, വസ്ത്രം, രോഗമായാൽ ചികിത്സ, ഇതിനൊക്കെ അപ്പുറത്ത് ഇതൊക്കെ സൗകര്യങ്ങളും ഒരുപക്ഷെ ആദിലിന്റെ സാമ്പത്തിക നിലയും അനുസരിച്ച് ഏറ്റപ്പറ്റി വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നൽകുന്നവർക്ക് ഏറ്റപ്പറ്റി വരാം. എന്നാൽ ഏറ്റപ്പറ്റി വരാത്ത മോനെ നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിസ്വാർത്ഥമായ സ്നേഹവും കാരുണ്യവും ഈ പെൺകുട്ടിക്ക് നൽകണം എന്നാണ് ശക്തിയായി പറയുന്നത്. അത് ആദിൽ നിന്ന് നിസ്മയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അവകാശമാണ്. പാർപ്പിട സൗകര്യത്തെക്കാളേറെ, വസ്ത്രത്തെക്കാളേറെ, രോഗമായ ചികിത്സയെക്കാളേറെ നിഷ്കളങ്കമായ സ്നേഹം അത് ലഭിച്ചാൽ അവൾ ധന്യയായി, അവളുടെ കുടുംബവും ധന്യമായി. ഇനി വേറുള്ള കാര്യത്തിലൊക്കെ പോരായ്മകൾ ഉണ്ടായാലും ആളുകൾ എന്തു പറയും? എന്തൊക്കെയാണെങ്കിലും ആദിൽ ഒരു നല്ല കുട്ടിയാണ്, ആ കുടുംബം ഒരു നല്ല കുടുംബമാണ്. അതൊരു വല്ലാത്ത ഇമ്പുള്ള വാക്കാണ്. മോളെ നിസ്മ, ഇന്ന് വരെയുള്ള അവസ്ഥയല്ല, നീ ഒരുത്തന്റെ മാത്രം ഒരുത്തിയായി മാറാൻ. മാത്രം എന്നൊക്കെ ഞാൻ ബോധപൂർവ്വം പറഞ്ഞത്. ആ ബോധം അവളെയും ഭരിക്കേണ്ടതുണ്ട്. മോളെ നിസ്മ, ഇന്ന് വരെ, ഈ നിമിഷം വരെ അള്ളാന്റെ റസൂലിന്റെ ഭാഷയിൽ മോൾക്ക് ഏറ്റവും അധികം ഹക്കുള്ളത്, ബാധ്യതയുള്ളത് പെറ്റുപോറ്റിയ ഉമ്മയോടായിരുന്നു. ഈ നിക്കാഹിന് ശേഷം മോൾക്ക് ഏറ്റവും കൂടുതൽ ഹക്കുണ്ടാകുന്നത് ഏറ്റുവാങ്ങുന്ന, നിങ്ങളെ സ്വീകരിക്കുന്ന ഭർത്താവ് ആദിലിനോടായി മാറുകയാണ്. മോളെ, സ്വർഗം കിട്ടാൻ മാത്രം മഹത്വമുള്ളതാണ് ഭാര്യാ പദവി. ഒരു സ്ത്രീ മരണപ്പെട്ടു പോയി, അവളെ കുറിച്ച് ഭർത്താവിന് ഒരു പരാതിയുമില്ല, നല്ലത് മാത്രമേ പറയാനുള്ളൂ, എങ്കിൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. അത്രമാത്രം മഹത്വമുള്ളതാണ് ഭാര്യാപദവി. രണ്ടുപേരോടുമായി പറയാനുള്ളത്, ചോദ്യം ചെയ്യപ്പെടുന്ന ബാധ്യതയാണ് ഇത് എന്നാണ്. മറ്റൊന്ന്, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക, അവർ സ്വയം കഴിക്കലല്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മതപരമായി ഞാൻ വിശദീകരിക്കണില്ല, നമുക്കറിയാലോ അതിന്റെ ഗൗരവം. നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് അങ്ങനെ ആലോചിക്കുക. രണ്ട് കുടുംബത്തിനും താല്പര്യമില്ല, ഇവർക്ക് രണ്ടാൾക്കും വല്ലാത്ത താല്പര്യവും. അങ്ങനെ ഒരു വിവാഹം നടന്നാൽ ആളുകളുടെ അംഗീകാരം ഉണ്ടാവുമോ? പ്രാർത്ഥന ഉണ്ടാവുമോ? സഹകരണം ഉണ്ടാവുമോ? ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആളുകളെ വിളിക്കുമ്പോൾ പറയും, മൗലവി താല്പര്യം ഉണ്ടായിട്ടല്ല, തെളിക്കണ വൈക്ക പോണില്ല, അപ്പൊ പോണയ്ക്കാണ് തെളിക്കുകയാണെന്ന. മക്കളെ, നിങ്ങൾ ഒറ്റപ്പെടും. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടും എന്നൊക്കെ പറയാനുള്ളൂ. ആളുകളെ ആവശ്യമില്ലേ നമുക്ക്? ഉമ്മാനി വാപ്പാനി തള്ളി പറഞ്ഞു പോകാൻ പറ്റിയതാണോ? നാട്ടുകാരും കുടുംബക്കാരും നിങ്ങൾക്ക് ആവശ്യമില്ലേ? ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ തീരുമാനിക്കുന്നു പറഞ്ഞു പോയാൽ എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ തീരുമാനം എടുക്കുന്നത്? എനിക്ക് മനസ്സിലാണില്ല. ഞാൻ പറഞ്ഞത് ഷറൈന്റെ അല്ല, ഞാൻ പറഞ്ഞത് നാട്ടു നടപ്പനുസരിച്ച് ആളുകളുടെ പിന്തുണയില്ലാത്ത, മറിച്ച് നിങ്ങൾ നോക്കൂ, ഈ പുതിയാപ്പള വന്നപ്പോ ആളുകളുടെ ഒരു സന്തോഷം, ഈ നിക്കാഹിന്റെ വേദിയിലേക്ക് രണ്ട് കുടുംബങ്ങളും കയറി ഇരുന്നപ്പോഴുള്ള സന്തോഷം, ഈ സദസ്സിന്റെ ഒരു ആനന്ദം,
ഇവരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഈ തുടി കൊട്ടുന്ന ഒരു വല്ലാത്ത വൈകാരികത. ആദിലിന്റെയും ഇസ്മയുടെയും ഒക്കെ മനസ്സ് ഇതൊക്കെ ഒന്ന് വായിക്കുകയും മറ്റേലാവുന്നുണ്ട്. ഈ ഒളിച്ചോട്ടങ്ങളിലുണ്ടാവില്ല. ഇനിയിപ്പോ കാസ്റ്റ് മാറിയൊക്കെ ഇവാൻ നടക്കണ്ടല്ലോ. ജാതി മതമൊന്നും ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വിവാഹം ആകൂല മക്കളെ, വിവാഹം ആകൂല. 1000 കൊല്ലം സ്നേഹകാരുണ്യത്തോടെ ജീവിച്ചാലും നിക്കാഹി നടക്കാത്ത, വലിയില്ലാത്ത, മഹറില്ലാത്ത വിവാഹാവൂല. തോന്നിയാസാണ് അവിടെ ജീവിതം മുഴുവൻ. എത്ര ഗൗരവമുള്ളതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചത്. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പറിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എല്ലാ വർഗത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് മനുഷ്യന്റെ പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. ആദിലിനും ഇസ്മക്കും ഒക്കെ ആദിലിന്റെ അതേ താല്പര്യങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിസ്മക്കുണ്ടാകും എന്ന് ആദിൽ മനസ്സിലാക്കണം. നിസ്മക്കും ബോധ്യം വേണം. എന്റെ താല്പര്യവും എന്റെ ആഗ്രഹവും എന്റെ വികാരവും ഒക്കെ തന്റെ ഇണയായ ആദിലിനും ഉണ്ടാവും എന്ന്. ജീവിതത്തില് സഹനം, സഹകരണം, വിട്ടുവീഴ്ച ഇതൊക്കെ ഏറെ അനിവാര്യമാണ്. വരനെ കുറിച്ച്, വധുവിനെ കുറിച്ച് നമ്മൾ തുടർന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ പറയാൻ സാധിക്കേണ്ടത് നല്ല മനുഷ്യനാണ്, നല്ല പെൺകുട്ടിയാണ് എന്നാണ്. ഈ നല്ല മനുഷ്യൻ, നല്ല പെൺകുട്ടി എന്ന് പറയുന്നത് തൊഴിലും വരുമാനവും ആരോഗ്യവും മസിൽ പവറും സൗന്ദര്യവും ഒന്നും നോക്കിയല്ല. അയാളൊരു മനുഷ്യനാണ് എന്നൊരാളെ പറ്റി പറയുന്നത്, അവളൊരു പെൺകുട്ടിയാണ് എന്നൊരാളെ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ആ പെൺകുട്ടിയുടെ അംഗലാവണ്യം, കൺപീലിയും കാർക്കൂന്തലും തൊലിനിറവും ഒന്നും നോക്കിയല്ല, മറിച്ച് സ്വഭാവ ഗുണം നോക്കിയാണ്. സ്വഭാവ ഗുണം, അത് ഈമാന്റെ ഭാഗമാണ് മക്കളെ. രണ്ടുപേരോട് പറയാനുള്ളത്, നിങ്ങൾ സൽസ്വഭാവത്തിന്റെ ഉടമകളാണ്. ഈ രണ്ട് കുടുംബവും അങ്ങനെ തഅലീമും നല്ല തസ്കിയത്തും നല്ല തർബിയത്തും ഒക്കെ കിട്ടി വളർന്ന ആളുകൾ എന്ന നിലക്ക് ഞാൻ കൂടുതൽ ഉപദേശിക്കേണ്ടതില്ല. എന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിൽ ഒരു ഉപദേശം എന്ന് മാത്രം. ഈ അള്ളാഹു ഇണകളാക്കി പഠിച്ചു ആ ഇണയായുള്ള ജീവിതത്തിലൂടെ നിർവൃതി നേടുന്നതിന് വേണ്ടി, ആനന്ദം, ഇമ്പം, കുളിർമ, ശാന്തി ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം. വിവാഹം ഒരു ഭാരമല്ല. വധുവിനോ വരനോ രണ്ട് കുടുംബത്തിനോ ഒരു ഭാരമല്ല, മറിച്ച് ഈ പറഞ്ഞതാണ് സക്കീനത്താണ്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു ഇണകൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കി തന്നെ പടച്ചോൻ വിചാരിച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ് സ്നേഹം. കരളിന്റെ സ്ഥാനത്ത് കരിമ്പാറായ മനുഷ്യന്മാരുണ്ടല്ലോ. കരളിന്റെ സ്ഥാനത്ത് അലിവുള്ള, ദയയുള്ള, വാത്സല്യമുള്ള, സ്നേഹമുള്ള, കരുണയുള്ള ഒരു നല്ല മനസ്സ് പടച്ചവന്റെ ഭാഗത്തുണ്ടാകണം. വിവാഹത്തോടുകൂടി നിസ്മക്കും ആദ്യനും ഇടയിലുണ്ടാകുന്ന കാരുണ്യത്തിന്റെ, ആ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ ഊഷ്മളമായ ബന്ധം അള്ളാഹു ഏറെ വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സദസ്സിനോട്, ഞങ്ങളോടൊക്കെ ഇങ്ങനെ ആളുകൾ ആവശ്യപ്പെടാറുണ്ട്, ചോദിക്കാറുണ്ട്, മൗലവിയർ നല്ല പുതിയാപ്പണ്ണ തരുമോ? ചിലര് ചോദിക്കല് നല്ലൊരു പുതിയണ്ണിനെ തരുമോന്നാ. സഹോദരന്മാരെ, ഈ നല്ലത് ഒരു കമ്പനി ഉൽപ്പന്നാണെങ്കിൽ നമുക്ക് നല്ല ISI മുദ്രയുള്ളതൊക്കെ നിർദ്ദേശിക്കാമായിരുന്നു. അല്ലല്ലോ, നമ്മളൊക്കെ വീട്ടിൽ വളരുന്ന കുട്ടികൾ, ആണായാലും പെണ്ണായാലും, നല്ല വരനും നല്ല വധുവാക്കാൻ പറ്റിയ നല്ല കുട്ടികളായി വളരണം. ഞാൻ സാധാരണ പറയാറുള്ള ഒരു വാക്ക് ആവർത്തിച്ച് പറയാണ് ഇവിടെ. ഒരു പക്ഷെ എന്റെ നാവിലൂടെ കേട്ടുണ്ടായിരിക്കും. ഒരു വാപ്പ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോ വാപ്പാന്റെ വക ഒരു ഉപദേശം, മോനെ നീ ആ പെൺകുട്ടിയെ നന്നായി സ്നേഹിക്കണടാ, വാപ്പ ഉമ്മാനെ സ്നേഹിക്കുന്നത് പോലെ.
നമുക്ക് നിങ്ങൾ ആ വീട്ടിലെ ഉമ്മാന്റെയും വാപ്പാന്റെയും ഇടയിലുള്ള ആ സ്നേഹകാരുണ്യത്തിന്റെ ഊഷ്മളമായ ബന്ധം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഈ മോനോട് ഇനി പെരുത്തൊന്നും പറയണ്ട, അത് നെമ്പാടുമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ നന്മകളും കണ്ടു വളർന്ന ആദിലിനോടും നിസ്മയോടും കൂടുതലൊന്നും പറയണില്ല. ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ്. ഇന്നീതാലിക്കലായാത്തിലെ കൗമിയത്തെ ഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാണ്. ഇനി വിവാഹിതരോട് ഇതൊരു ദൃഷ്ടാന്തമാണെന്ന് ബോധ്യപ്പെട്ടവരോട്, നമ്മുടെ ഭാര്യയും നമ്മളും തമ്മിൽ നേരത്തെ ഒരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല, അക്കാലത്തൊന്നും ഈ ലവ് മാരേജും ഇല്ലല്ലോ. അന്യനാട്ടിൽ നിന്ന് അന്യ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഇണയായി വന്ന നമ്മുടെ ഭാര്യമാരും നമ്മളും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു, പടച്ചോൻ വിചാരിച്ചെങ്കിലല്ലാതെ വേർപ്പെടുത്താനാവാത്തൊരു ബന്ധം ഉണ്ടായല്ലോ. ആ ബന്ധം ഒരു ദൃഷ്ടാന്തം തന്നെയാണ്. അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ച് മാതാപിതാക്കളുടെ കുടുംബങ്ങളുടെ ഒക്കെ അംഗീകാരത്തോടെ പ്രാർത്ഥനയോടെ കൂടി ഈ നടത്തപ്പെടുന്ന വിവാഹത്തിന് ഏറെ ബർക്കത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾ 2 കുടുംബത്തിൽ നിന്നുണ്ട്. അവസാനം മരണപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠൻ അബ്ദുൽ ഹമീദ് മദീനിയുടെ കഫന്തുണി പോലും നിരുമ്പി പോയിട്ടില്ല. അള്ളാഹുവേ, ഈ 2 കുടുംബത്തിൽ നിന്നും നേരത്തെ മരിച്ചുപോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. മറ്റൊരു വിഭാഗം ഇപ്പൊ നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് 2 കുടുംബത്തിൽ നിന്നും കുടുംബത്തെ പോറ്റാൻ വേണ്ടി നാട് വിട്ടുപോയ ആളുകളുണ്ടാവും. നാട് വിട്ടുപോയ ആളുകൾ അവരുടെ ഉടല് കല്യാണ പന്തലില്ല, ഈ സദസ്സിലില്ല, ഓഡിറ്റോറിയത്തിലില്ല. പക്ഷെ അവരുടെ മനസ്സ് ഈ ഓഡിറ്റോറിയത്തിലുണ്ട്, ഈ വേദിയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജോലിയിലും ജീവിതത്തിലും ബർക്കത്ത് നൽകുമാറാക്കും. പേരെടുത്ത് പറയേണ്ട പലരുമുണ്ട്. എനിക്കേറെ പരിചയം ഉണ്ടായിരുന്ന ഹക്കീമിന്റെ പിതാവ് MP മുഹമ്മദ് മൗലവി, ഞാൻ തുടങ്ങിയ 2 കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ ബന്ധം സ്വർണ്ണാഭരണം അല്ലേ, മഹർ സ്വർണ്ണാഭരണല്ലേ, വരൻ നിസ്മക്ക് ആദിൽ നിസ്മക്ക് നൽകുന്ന മഹർ, വിവാഹമൂല്യം, വിവാഹ സമ്മാനം സ്വർണ്ണാഭരണമാണ്. അത് അണിയുമ്പോ ഒക്കെ വല്ലാത്തൊരു ഇമ്പം. ഭർത്താവ് എനിക്ക് വിവാഹ സമയത്ത് നൽകിയ സമ്മാനം എന്ന ആ താല്പര്യത്തോടും ആദരവോടെ അത് സ്വീകരിച്ച് നിസ്മ തൃപ്തിപ്പെടണം. നൽകുമ്പോഴും ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടെ അത് നൽകണം. ഇനി ഇതൊരു താലികെട്ട് ചടങ്ങാക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. താലികെട്ടൽ ചടങ്ങ് നമുക്കില്ലല്ലോ. അത് കൊടുത്താൽ തന്നെ അത് ആ വീടും, അത് പറയലുമല്ല, ബിൽ കൗലിയല്ല, ബിൽ ഫഇലി, നൽകലാണ്. നൽകിയിട്ടില്ലെങ്കിൽ വിവാഹം സാധുവാകൂല. ഞാൻ പറഞ്ഞത് ഫോട്ടോഷൂട്ടിങ്ങിൽ ചിലപ്പോൾ അമിതാകുന്നുണ്ട്, അതുകൊണ്ട് സൂചിപ്പിച്ചു മാത്രം. അവർ ഈ പുതിയണ്ണ് പലർക്കും കുടുംബ ബന്ധുക്കളെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അന്യ പെൺകുട്ടി തന്നെയാണ്, ഒരു അന്യ പെൺകുട്ടിയാണ്. അതുകൊണ്ട് പുതിയണ്ണിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി തള്ളിക്കയറേണ്ട സ്റ്റേജിലേക്ക് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മളല്ലാതെ വേറെ ആരാ പാലിക്കുക, നമ്മളല്ലാതെ വേറെ ആരാ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാവിധ പടച്ചോൻ വെറുക്കണ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇത്രയും ഗൗരവത്തോടു കൂടി പറഞ്ഞത്, ദീർഘകാലം കോഴിക്കോട് പട്ടണത്തിൽ ജുമാ ഖുത്ബ നിർവഹിച്ച ഒരു പണ്ഡിതന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായി. ആ കല്യാണത്തിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വരൻ സ്റ്റേജിലുണ്ട്. ഫോട്ടോഗ്രാഫർ പറഞ്ഞു വധുവിനോട് ഇയും കയറി ചെല്ലുകയാണ്. ഒക്കെ ഫോട്ടോഗ്രാഫർ നിർദ്ദേശിക്കണം ഇങ്ങനെ ചെയ്യലാണ്. കല്യാണം നിയന്ത്രിക്കുന്നത് ഫോട്ടോഗ്രാഫറായി മാറി. അങ്ങനെ വധു കയറി വന്നപ്പോ വരനോട് ഫോട്ടോഗ്രാഫർ ആംഗ്യം കാണിച്ച് ആദ്യം ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വേണ്ടി ഷെയ്ക്കാൻഡ് കൊടുത്ത്, പിന്നെ ആംഗ്യം കാണിച്ച് ഒന്ന് ഹഗ് ചെയ്യാൻ, ആലിംഗനം ചെയ്യാൻ വേണ്ടി
അതും ചെയ്ത് ഒന്ന് ചുംബിക്കാൻ വേണ്ടി അതും സ്റ്റേജിൽ വെച്ച് പരസ്യമായി ചെയ്തു. നാണക്കേട്, വഷളത്തരം. ഇതൊക്കെ വീട്ടിൽ പോയിട്ട് കിടപ്പറയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, സ്റ്റേജിൽ കയറി ചെയ്യേണ്ടതല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ വിഭാഗത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് നിയന്ത്രിക്കുന്നത് കുടുംബത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളാണ്. മറ്റേ കല്യാണം നിയന്ത്രിക്കുന്നത് കുടുംബത്തിലെ ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളല്ല. അത് വരന്റെ പ്രായത്തിലുള്ള ഏതാനും ചെറുപ്പക്കാരെ ഏൽപ്പിച്ചതാ. അവരും ഫോട്ടോഗ്രാഫറാണ്ട് ആക്കി വെച്ച് കല്യാണം, അതുകൂടി വഷളായും ചെയ്തു. ഞാൻ പറഞ്ഞ കല്യാണം വഷളാക്കരുതേ ചെറുപ്പക്കാരോട്. ഫോട്ടോഗ്രാഫിക്കൊക്കെ നമ്മൾ അമിതമായ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല. ചെയ്താൽ എന്താ എന്ന് ചോദിക്കും, ഒന്നും ഉണ്ടാവില്ല, ബർക്കത്ത് കെടും. അള്ളാന്റെ പിന്തുണയും ബർക്കത്തും ഉണ്ടാവില്ല. ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സായി സുഖദുഃഖങ്ങൾ പങ്കിട്ട് ജീവിക്കാൻ ആദിലിനും നിസ്മക്കും അള്ളാഹു ഏറെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവരിലൂടെ കണ്ണിനും കരളിനും കുളിർമയും ഇമ്പവുമുള്ള നല്ലൊരു കുടുംബത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തെ ദുനിയാവിൽ സ്നേഹകാരുണ്യം പങ്കിട്ട് ജീവിക്കുന്നത് പോലെ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് ചേരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين. ഇനി നിക്കാഹ് നടക്കും. നിക്കാഹിന്റെ ശേഷം നേരത്തെ സൂചിപ്പിച്ച ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമാ ബൈനക്കുമാ ഫീ ഖൈർ എന്ന് നമ്മൾ കൂട്ടായി ദുആ ചെയ്യണം.